ഞാൻ പണത്തോട് അങ്ങനെ ആർത്തിയുള്ള ആളാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? മക്കളെ, എനിക്ക് നിങ്ങളൊക്കെ അടുത്തില്ലേ? നിങ്ങളാണ് എൻ്റെ പണം. അതെ. ഈ പ്രകൃതി തന്നെ പണമാണ്. അത് നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ മനുഷ്യൻ്റെ ലോകത്ത് നിന്നും ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രം, വായു, അഗ്നി, ദേ ഇവിടെ ഇരിക്കുന്ന എല്ലാം ഇത് മുഴുവൻ പണമാണ്. മോള് തന്നെ പണമാണ്. ഈ കുട്ടിയും പണമാണ്. മോനും പണമാണ്. നിങ്ങൾ ഓരോരുത്തരും പണമാണ്. ഞാനും പണമാണ്. എല്ലാം അങ്ങനെയൊന്നും ആക്കിയാണ്ട് ഈ പ്രകൃതിയിൽ കാണുന്ന മുഴുവൻ സമ്പത്താണ്. അതെ. അത് നിങ്ങൾക്കൊന്നും അറിയുന്നില്ലെന്ന്. ശ്വസിക്കുന്നത് അത് തന്നെ, ആ ശ്വാസം തന്നെ പണമാണ്. ഹൃദയം അതൊക്കെ തന്നെ പണമാണ്. എല്ലാത്തിനും നമ്മൾ പണമായിട്ട് കരുതുവാണെങ്കിൽ ആനന്ദമാണ്. പിന്നെ വെറുതെ ഇരുന്നാൽ മതി. അതെ. ഇപ്പോൾ ദേവി പറഞ്ഞ ഒരു കാര്യം, ഇപ്പം ദേവി പറഞ്ഞ എല്ലാം പണമാണ്, ശ്വസിക്കുന്നതും പണമാണെന്ന്. നമുക്ക് ഒരു നേരം നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പണം കൊടുത്തിട്ട് ഓക്സിജൻ ഇടണ്ടേ? അല്ലേ? മിടുക്കി. അതാ പറഞ്ഞ എൻ്റെ അടുത്തിരുന്ന ഇതുപോലുള്ള ജ്ഞാനങ്ങൾ വരൂ. അതെ, സത്യം. ജ്ഞാനം വന്ന് കയറിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആനന്ദിച്ച് പറയും. ആ ആനന്ദിച്ച് പറയുമ്പോൾ ഇനിയാണ് ഇമ്പോർട്ടൻ്റ്. ഈ ആനന്ദിച്ച് പറയുന്നത് ദാണ്ട് ഈ 2 പേര് വന്നിരുന്ന് വീഡിയോ എടുക്കും. അവരത് പാസ് ചെയ്യും. പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് ആളുകൾ വരും, ആളുകളെത്തും. ആ ആളുകൾ ഈ വീഡിയോ ദൃശ്യങ്ങളെടുത്ത് അപ്ലോഡ് ചെയ്ത് മാധ്യമങ്ങൾ, മീഡിയ അത് കൊണ്ടുപോകും. പ്രപഞ്ചം മുഴുവൻ ഇത് കാണാം. ഓരോ മനുഷ്യൻ്റെ മനസ്സിലേക്ക് തറച്ചു കയറും. അവരൊക്കെ തന്നെ മോളെ ഇഷ്ടമുള്ളവർ അങ്ങോട്ട് പോവും, മോളെ അങ്ങോട്ട് വരും, എന്നെ ഇഷ്ടമുള്ളത് ഇങ്ങോട്ട് വരും. നമ്മളെ 3 പേരും ആളുകൾ ഇതിലേക്കൂടെ വന്ന് മോക്ക് ധാരാളം പണമൊക്കെ തരും, പണം കിട്ടും. മോളുടെ അമ്മയുടെ കാര്യമൊക്കെ ഇതിൽ പറഞ്ഞില്ലേ? കുട്ടിക്ക് ഇനി പണമൊക്കെ കിട്ടുമെന്നേ. നല്ല ശുദ്ധവായു ഒക്കെ ഇനി നന്നായിട്ട് അങ്ങ് ശ്വസിക്കുക. ഇതുവരെ ശ്വസിച്ചില്ല എന്നല്ല പറഞ്ഞത്. മോനെ, ഞാനിപ്പോൾ വെറുതെ ഇരുന്നപ്പോഴില്ലേ എനിക്കാണ്ട് ഇതെല്ലാം ഇങ്ങനെ വന്നത്. ശ്രീലക്ഷ്മിക്ക് കൊടുക്കുന്നോ വേണ്ട വേണ്ട എന്ന് പറയുവാണ്. അതാണ് മെയിൻ. ഇപ്പൊ മനസ്സിലായോ? അത് വാങ്ങിക്കണം. പൊതുവെ അങ്ങനെയാണ്, ആര് എന്ത് കൊടുത്താലും വാങ്ങിക്കില്ല. വെറുതെ ഇരിക്കുവായിരുന്നു. ദേവി അറിഞ്ഞു കൊടുത്തു, വേണ്ടാന്ന് പറഞ്ഞ്. ക്ഷേത്രത്തിൽ നിന്നാണ് കൊടുത്തത്. അപ്പോൾ നിരസിച്ചു. അതെ. നല്ലൊരു സ്വഭാവമല്ലേ? മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു മോനെ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഏറ്റവും വലിയൊരു ജ്ഞാനമാണ് ഞാൻ പറഞ്ഞത്. ഈ കുട്ടി ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെയൊന്ന് നമ്മൾ സംസാരിക്കുകയല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ക്യാമറ ഇല്ലെങ്കിൽ തന്നെ 2 പേര് ഇരുന്ന് സംസാരിക്കുന്നു, അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അപ്പോൾ മറ്റേ ആൾക്ക് തോന്നുന്നു, ആ ഇത് ഇരിക്കട്ടെ, കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ അത് വാങ്ങിക്കണം കുട്ടി. അപ്പോൾ അവിടെ അയ്യോ വേണ്ട വേണ്ട, അപ്പോൾ ഈ പണത്തിൻ്റെ ഇത് സ്രോതസ് മാറും, കിട്ടത്തില്ല നമുക്ക്. പിന്നെ എന്റെ മനസ്സിലെന്താണെന്ന് അറിയാം, അയ്യോ നമ്മൾ അമ്മയ്ക്ക് കൊടുത്താണ്, അമ്മയ്ക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അമ്മയ്ക്ക് കൊടുത്ത ആ കൊടുത്ത പൈസ തന്നെ നമുക്ക് അമ്മ അത് തിരിച്ചു തരുമ്പോൾ എനിക്കതൊരു ഭയങ്കര ഇതാണ് നിങ്ങളുടെ സംശയം ഞാൻ മാറ്റിത്തരുന്നത്. അത് വളരെ നല്ലൊരു കാര്യം മോള് പറഞ്ഞു. മോളെനിക്ക് തന്നു, ഞാൻ സ്വീകരിച്ചു. മോളെനിക്ക് തന്നപ്പോൾ മോളുടെ കയ്യിലിരുന്ന പണം എനിക്കെത്തി, സ്വീകരിച്ചു, വെച്ചു. പിന്നീട് മോളുടെ അടുക്കിലേക്ക് വരുന്നത് മറ്റൊരു തുകയാണ്, സംഖ്യയാണ്. മോള് തന്നത് പണമാണ്, ഇവിടുന്ന് അങ്ങോട്ട് തരുന്ന സംഖ്യയാണ്. പണവും സംഖ്യയും രണ്ടും രണ്ടാണ്. മോള് ഭൗതിക ലോകത്ത് നിന്ന് കാണുന്നു, മോൾ അതിനെ പണമായിട്ട് കാണുന്നു, ഞാനിതിനെ സംഖ്യകളായിട്ട് കാണുന്നു. മോനെ, നമ്മൾ ഈ പണത്തിന് മുമ്പ് നമ്മൾ എന്തുവാ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത്? സംഖ്യ. ഞാൻ കൊടുത്തത് സംഖ്യ. 5 0 സംഖ്യയല്ല, 5, വെറും 5 രൂപയാണ് ഞാൻ മോക്ക് കൊടുത്തത്. പക്ഷെ മോളുടെ കണ്ണിൽ അത് 500ൻ്റെ നോട്ടാ. ഇവിടുന്ന് പോകുമ്പോ ശ്രീലക്ഷ്മി അതാണ് പോകും.
ഞാൻ കൊടുത്തത് വെറും 5 രൂപ, 5 രൂപയല്ല 5 സംഖ്യയാണ് കൊടുത്തത്. സംഖ്യ. മക്കളെ നിങ്ങൾക്ക് മനസ്സിലായോ? സംഖ്യ, ആ നോട്ടിലെ സംഖ്യ എന്ന അക്കമാണ് കൊടുത്തത്. സംഖ്യ, അക്കം. പക്ഷെ മോളുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അത് പണമാണ്, രൂപയാണ്. അതാ പറഞ്ഞത്, എൻ്റെ ലെവലിൽ എത്തണമെങ്കിൽ ഇത്തിരി കഷ്ടമാണ്. മനസ്സാണ്. അതെ. അത് നല്ല മനസ്സുകൊണ്ടൊന്നും അല്ല. ആ. ഞാനിങ്ങനെ ശുശ്രൂഷിക്കാൻ ആൾക്കാരുടെ അടുത്ത് പോയിട്ടുണ്ടെന്നേ. അത് അല്ലാതെ എൻ്റെ നല്ല മനസ്സൊന്നും, ഞാൻ ആളുകളുടെ ഇന്നും ഇങ്ങനെ വാങ്ങിക്കുന്ന ആളാ. നല്ല അല്ല, മനസ്സുള്ളതുകൊണ്ടാണ് അങ്ങനെ സത്യം സത്യം സത്യം. കൊടുക്കണമെന്ന് അതെ. തോന്നല് വന്നത്. ഞാന് രോഗി ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. ഉം. അതേപോലെ തന്നെ ഞാനൊരു വയ്യാത്ത ഒരാളും കൂടെ ആയി തീർന്ന ഒരാളാണ്. എന്തായിരുന്നു? എനിക്ക് മറവി എന്ന് പറയുന്ന ആ അവസ്ഥ വന്നു. ഉം. മനസ്സ് മുറിവ് പറ്റി മനസ്സ് കട്ടായി മാറിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, അൽസമേഷൻ അതാണോ? അങ്ങനെയൊക്കെ മറ്റുള്ളവർ പറയുന്നുള്ളു. അത് പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങള്. മൈൻഡ് കട്ടായി പോകുന്ന. ഇപ്പോഴാണ് ഞാൻ ക്ലിയർ ആയത്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അത് നമ്മൾ തന്നെ ഇങ്ങനെ ഇരുന്ന് അതിനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെയായി പാകപ്പെടുത്തി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇതുപോലെ പണമോ ആഹാരമോ ഒന്നും നമുക്ക് ആരും കൊണ്ടുവരില്ല കുട്ടി. ആ തിരിച്ചറിവ് കൊണ്ടാണ് കുട്ടിക്ക് ഞാൻ തന്നത്. എനിക്ക് പ്രാർത്ഥന മാത്രം മതി. ഇനി എന്നും വെളുപ്പിന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും കൂടെ വേണ്ടിയിട്ട് മറ്റേ രാവിലെ ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിലേക്കും വിളക്ക് കത്തിക്കും. ഇതെന്താന്നറിയോ, എൻ്റെ കയ്യിൽ നിന്നും 1 രൂപയെങ്കിലും വാങ്ങിക്കാനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുക. എനിക്കിത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചത്. ഇത് മാത്രം മതി. ഇതുകൊണ്ട് ഒരുപാട് എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്നാ അത് മോളുടെ ഇഷ്ടം. അല്ലാതെ ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ. ഇപ്പൊ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പൈസ കിട്ടുമ്പോണല്ലോ. അപ്പൊ വെറുതെ ഇരുന്ന് പൈസ കിട്ടുന്നത് ശരിയല്ല, അവര് സ്വർഗത്തിൽ പോലാന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയാം. ശരിയാണോ? മോനെ, അത് പൈസ കിട്ടാത്തവരാണ് അങ്ങനെ ഇരുന്ന് പറയുന്നത്. അവര് വെറുതെ ഇരുന്നിട്ട് പൈസ കിട്ടുന്നില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ കൊടുക്കാനും കൂടെ ശീലിക്കണം. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നതാ, എനിക്ക് കൊണ്ട് തന്നില്ലേ? കൊടുക്കാൻ ഒരു മനസ്സ് വേണം. അതെ, ആ കിട്ടിയതിന് കൊടുക്കാൻ ഒരു മനസ്സുള്ളത് കൊണ്ടാണ്. ഉത്തരം കിട്ടിയില്ലേ കുട്ടി? ഇത് തന്നെയാണ് ഉത്തരം, വേറെ ഒരു ഉത്തരവില്ല. അതായത് ഇൻസ്റ്റാഗ്രാമില് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്, അറിയോ? നമുക്ക് പേഴ്സണൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. എന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്. ദേവി എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എനിക്ക് വേണ്ട.